ഹലോ ഗൈസ്, ഞാനിന്നൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിൾ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ സാമ്പാറോ അല്ലെങ്കിൽ അവിയലോ ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾ എല്ലാം കൂടെ ഞാൻ എന്തായാലും അരിഞ്ഞ് നല്ല ടേസ്റ്റ് അല്ലേ, നമ്മൾ കൂടുതൽ വെജിറ്റബിളൊക്കെ കൂടുമ്പോഴത്തേന് അത് കറി വെക്കുമ്പോഴത്തേന് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാം വഴുതനങ്ങയും മുരിങ്ങാക്കോലും എല്ലാം ഞാനകത്ത് ഇടുന്നുണ്ട്. എല്ലാം ഇട്ട് റെഡിയാക്കുന്നുണ്ട്. ഞാൻ പിന്നീട് അത് നല്ലോണം കഴുകി വാഷ് ചെയ്തിട്ട് നമ്മൾ സാമ്പാറിൻ്റെ രീതിയിൽ അരിയില്ല, ആ ഒരു രീതിയിൽ എല്ലാം നല്ല ഭംഗിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഒന്ന് അരിഞ്ഞിട്ട് കറി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്ത അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പ്ലേറ്റിനകത്ത് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാൻ ഇതിനകത്ത് റെഡ് ദാലാണ് ഇടുന്നത്. സാധാരണ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അപ്പോൾ അതല്ല ഞാൻ ഇടുന്നത്, ഇത് റെഡ് ദാലാണ് ഇടുന്നത്. അങ്ങനെ അത് ഒന്നിട്ടു. അതിനകത്ത് ഉപ്പും വെജിറ്റബിളും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. കുക്കറിൽ അടിച്ചെടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പം എല്ലാത്തിനും സത്ത് നല്ലപോലെ ഇറങ്ങുമല്ലോ. നമ്മളൊരു മാക്സിമം ഒരു 3 വിസിലോളം ഞാൻ കേൾപ്പിക്കത്തുള്ളൂ. എന്നിട്ട് NSൻ്റെ ഒരു ചെറിയ കായക്കട്ടയും കൂടി ഇട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, സാമ്പാറിന് ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ സെപ്പറേറ്റ് ഞാൻ എണ്ണയിൽ ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇനി ഇങ്ങനെ ഇട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ ഒരു 2 വിസിലും കൂടെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം വിസിലൊന്ന് കേട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനെ അവിടെ മാറ്റി ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വറവിടാനായിട്ട് കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയാണ് എടുത്തത്. അങ്ങനെ ഞാൻ കുക്കർ വിസിലൊക്കെ കേട്ടു റെസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആവിയൊക്കെ പറത്തി വിടുന്നുണ്ട്. പറത്തിയിട്ടതിന് ശേഷം പിന്നെ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കറി നല്ലതുപോലെ വെന്ത് തിളയ്ക്കുന്നുണ്ട്, നല്ല അപ്പോൾ വറവും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേന് സംഭവം അടിപൊളിയായിരുന്നു. ചോറിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ നമുക്ക്